ഗായ്സ് വെൽക്കം ബാക്ക് മീൻ യൂട്യൂബ്. അപ്പോൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ഇപ്പോൾ തരാം. ഞാൻ മറ്റു വീഡിയോസ് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുള്ളൂ. പിന്നെ നമ്മുടെ 300 സബ്സ്ക്രൈബേഴ്സ് എന്ന ടാർഗറ്റ് 6 മറക്കണ്ട. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞുതരാൻ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ 24 hours കടല മാത്രം കഴിക്കുക എന്നാണ് ഇന്നത്തെ ചലഞ്ച്. അപ്പോൾ ഈ ചലഞ്ച് എങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആക്കി എന്നതാണ് ഇതിലൊരു അത്ഭുതം. അപ്പോൾ നിങ്ങൾ എന്തായാലും നേരെ പോയി അത് കണ്ടിട്ട് വാ ഗായ്സ്. അപ്പം നമ്മൾ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നിലക്കടലയും ചായയും കഴിക്കുക എന്നാണ്. നിലക്കടല വെച്ചാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വെറൈറ്റി ചലഞ്ച് വേറെ ഏതെങ്കിലും യൂട്യൂബർ ചെയ്തായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം കടല കഴിച്ചിട്ടേ ഉള്ളൂ ഗൈസ്. ഇനിയും നമുക്ക് കുറേ കഴിക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിച്ചിട്ട് നേരെ രാവിലത്തെ ഈ ഒരു ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നേരെ ഉച്ചക്കത്തെ പരിപാടിയിലോട്ട് പോകണം. അതാണ് അടുത്ത പണി. അപ്പോൾ ഈ ഒരു കടല വെച്ചാൽ ഓൾറെഡി വാങ്ങിയ പാടെ തോലൊക്കെ പോക്കി വെച്ചാണ് ഗൈസ്. കാരണം എന്നാലേ നമുക്ക് ചലഞ്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റൂ. അല്ലാണ്ട് തോല് പോക്കലും കഴിക്കലും കൂടെ ഒരുമിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എളുപ്പപ്പണി ചെയ്തത് ഗൈസ്. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ ഇവിടെ ഭാഗം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ഗൈസ്. അപ്പം നമുക്ക് നേരെ ഉച്ചയിലോട്ട് പോയാലോ. ഉച്ചക്ക് എന്ന് പറയുന്നത് നമ്മൾ പട്ടാണി കടലാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. അതും ഉച്ചക്ക് നോർമൽ നമ്മൾ എന്താ പറയുക ഗൈസ്, ചോറല്ല എല്ലാവരും കഴിക്കുക. അപ്പം നമ്മൾ ചോറ് നിന്നത് കൊണ്ടും കൂടിയാണ് ചോറിൻ്റെ പ്ലേറ്റിൽ ഗൈസ് ഈ ഒരു കടല എടുത്തത്. അത് ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കുമോ ഗൈസ്? അത് നിങ്ങൾ പറയണേ. പിന്നെ അങ്ങനെ നമ്മൾ ഗൈസ് അങ്ങനെ വെള്ളവും കുടിച്ച് ഉച്ചയിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഭാഗം കഴിച്ചിട്ടേ ഉള്ളൂ ഗൈസ്. ഈ കടല ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഉച്ചക്ക് എന്ന് വെച്ചാൽ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ടൈമാണല്ലോ. രാവിലെ പിന്നെ നമ്മളങ്ങനെ കൂടുതൽ കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ രേഷം നിലക്കടല വാങ്ങിയത്. അങ്ങനെ ഫൈനലി ഉച്ചക്കത്തെ ഒരു സെക്ഷൻ ഇപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇതിപ്പോൾ കഴിയുന്നതാണ്. നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഫൈനലി ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട്. ഇതിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷനും നമ്മൾ ഇവിടെ വിജയകരമായി ജയിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു ഗൈസ്. ക്ലാസ്. ഇനി നമുക്ക് വൈകുന്നേരത്തിലോട്ട് പോകാം. വൈകുന്നേരം എന്ന് പറയുകയാണെങ്കിൽ മണിക്കടലയും ചായയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പം വൈകുന്നേരവും നമ്മൾ വലുതായിട്ടൊന്നും കഴിക്കാറില്ലല്ലോ ഗൈസ്. എല്ലാവരും അഥവാ ഒരു ചായ ആയിട്ട് തന്നെ കുടിക്കും. ചില ആൾക്കാർ വൈകുന്നേരം ഒന്നും കഴിക്കാറും ഉണ്ടാവില്ല. അപ്പോൾ ഞാനും വൈകുന്നേരം അധികം ചായ ഇങ്ങനെയൊന്നും കുടിക്കുകയല്ലേ ഗൈസ്. പിന്നെ ഇതൊരു ചലഞ്ച് ആയതുകൊണ്ട് നമ്മൾ വൈകുന്നേരം ഒരു ചായ കുടിക്കുകയാണ്. അങ്ങനെ ഫൈനലി വൈകുന്നേരത്തെ ചലഞ്ച് ഇപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട്. ഇനി ഇതും പെട്ടെന്ന് തീർത്തിട്ട് വേണം നമുക്ക് രാത്രിയത്തെ ലാസ്റ്റ് സെക്ഷനിലോട്ട് പോകാൻ. അങ്ങനെ ഗൈസ് കടല ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്. ഇതോടെ കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സെക്ഷനിലോട്ട് പോകുന്നതാണ് ഗൈസ്. അങ്ങനെ വൈകുന്നേരം കലാസ്. ഇനി നമുക്ക് നേരെ ഗൈസ് രാത്രിയിലോട്ട് പോയാലോ. രാത്രിയത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ മസാല കടലയും ഒരു കുപ്പി വെള്ളമാണ് ഗൈസ്. പിന്നെ ഇതും ഞാൻ കുറേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇതും കഴിച്ച് തീർക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഗൈസ് നമ്മളെ ഈ ഒരു ചലഞ്ചിൽ നിങ്ങളുടെ ഫേവറേറ്റ് കടല ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. ഈ 4 കടലയിൽ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ചലഞ്ചായിട്ടാണ് ഗൈസ് ഈ ഒരു കടലയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡേമാർട്ടിലോ സൂപ്പർ മാർക്കറ്റിലോ പോയിട്ട് കാര്യപ്പെട്ടതിൻ്റെ കടല വാങ്ങിയേനെ. ഇപ്പോൾ നമ്മളെ കടല ഒരു പകുതി ആയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഇവിടെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കുന്നതാണ് ഗൈസ്. അങ്ങനെ ഇനി ഒരു ഭാഗം കടലയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ അവസാന സെക്ഷനും കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്നതാണ് ഗൈസ്. അങ്ങനെ കടല മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ അവസാനത്തെ ഒരു ഷോട്ടും കൂടെ കാണിച്ചു തരാം. ഇനി നമുക്കൊരു വെള്ളവും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ദിസ് ചലഞ്ച് ഈസ് കംപ്ലീറ്റഡ്. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും വെറൈറ്റി ചലഞ്ച് നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഉറപ്പായിട്ട് ഈ ഒരു കാര്യം ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്തേ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ, അങ്ങനെ ഫൈനലി ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പൊ ഗൈസ് എല്ലാവർക്കും വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നന്ദിയും താങ്ക്സ് പറയാൻ ആഗ്രഹിക്കുന്നു ഗൈസ്. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഗൈസ് ഞാൻ വീണ്ടും വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വെറൈറ്റി ഒക്കെ നോക്കി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മറക്കണ്ട. അപ്പം മറ്റൊരു കിടക്കാച്ചി വ്ലോഗുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും സൈനിങ് ഔട്ട്. നിങ്ങളുടെ സ്വന്തം മിൻഹോ ട്യൂബ് ഗൈസ്.